ഹബീബിന്റെ കൂടെ ഇരിക്കുന്ന സ്വഹാബിമാർ തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നകൂനു ഇൻദക, ഞങ്ങൾ അങ്ങയുടെ അരികത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഫനകൂനു അലാ മാ തറാ, നബിയേ ഞങ്ങളുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഈമാൻ വരുന്നുണ്ട് നബിയേ. ഞങ്ങൾ സ്വർഗം കണ്ണിൽ കാണുന്ന പോലെ, നരകം കൺമുമ്പിൽ കാണുന്ന പോലെ, ഹിസാബ് നടക്കുന്ന പോലെ, അല്ലാഹുവിനെ കാണുന്ന പോലെ. പുണ്യ നബിയേ, അങ്ങയുടെ അരികത്ത് നിന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോയാൽ, ഫഇദാ റജഅനാ ഇലാ ബുയൂതിനാ ആഫസ്നാ النساء على الفرش, ഞങ്ങളുടെ ഭാര്യമാരൊത്ത് ഞങ്ങൾ കിടപ്പറകൾ പങ്കിടുകയും ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ഒരു മനസ്സിന്റെ അവസ്ഥ ഞങ്ങൾക്ക് വരുന്നില്ല നബിയേ. ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ അങ്ങയുടെ മജ്‌ലിസിൽ ഇരിക്കുന്ന പോലെ ഞങ്ങളുടെ മനസ്സ് തോന്നുന്നില്ലല്ലോ. അതുകൊണ്ട് റസൂലേ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോഴാ ഹബീബാ നബി തങ്ങൾ പറയുന്നത്, പുണ്യനബി തങ്ങളുടെ സദസ്സിൽ ഇരിക്കുന്നതിന്റെ മഹത്വം നമ്മൾ ആലോചിച്ചു നോക്കൂ. ലൗ തദൂമൂന അലാ മാ തകൂനൂന അലൈഹി ലസ്വാഫഹതുകുമുൽ മലായികതു അലാ തുറുഖാത്ത് വലാകിൻ സാഅത്തും വസാഅ. സ്വഹാബികളെ, നിങ്ങൾക്കറിയുമോ, എന്റെ മുമ്പിൽ ഇരിക്കുന്ന പോലെ ആ മനസ്സോടുകൂടെ തന്നെയാണ് നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ മക്കളോടൊപ്പവും നിങ്ങളുടെ മനസ്സെങ്കിൽ, നിങ്ങൾ പോകുന്ന വഴികളിൽ അല്ലാഹുവിന്റെ മാലാഖമാർ നിങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറയുമായിരുന്നു. നിങ്ങൾ എന്റെ കൂടെ ഇരിക്കുന്ന പോലെ നിങ്ങൾക്ക് മനസ്സ് വരികയാണെങ്കിൽ, നിങ്ങൾ ആത്മീയമായ റുഹാനിയായ ആധ്യാത്മികമായ ആ ഒരു വെളിച്ചം നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, അള്ളാന്റെ മലക്കുകൾ വന്ന് കൈപിടിച്ച് സലാം പറയുമായിരുന്നു. വലാകിൻ സാഅത്തും വസാഅ, എന്നാൽ ഈ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകത്തിന്റെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും, പരലോകത്തിന്റെ ചിന്തകൾ വരും. അത് മാറി മാറി വരുന്നത് സ്വാഭാവികമാണ്, നിങ്ങൾ വിഷമിക്കണ്ട. അങ്ങനെ എങ്ങാനും അല്ലായിരുന്നുവെങ്കിൽ എന്റെ സദസ്സിൽ ഇരുന്ന് നിങ്ങൾ എഴുന്നേൽക്കുന്ന പോലെയാണ് എല്ലാ സമയവും നിങ്ങളുടെ മനസ്സെങ്കിൽ, അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളുടെ കൈപിടിച്ച് സലാം പറയുമായിരുന്നു.